മഴക്കാലമായപ്പോൾ കൃഷിയൊന്നും അധികം ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അവരെന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി കാത്തു വച്ചിട്ടുണ്ടായിരിക്കും. അതൊന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മളെ വഴുതനങ്ങയിലും ശരിക്കും പൂവൊക്കെ ഇട്ട് നിൽപ്പുണ്ട്. മഴ കാരണം കൊഴിഞ്ഞു പോയില്ലെങ്കിൽ നമുക്കവരെന്തെങ്കിലുമൊക്കെ തരും. ഇതൊരു തായ്പിങ്ക് പേരയാണ്. ഒരാഗ്രഹം കൊണ്ട് ഒരു ഉത്സവപ്പറമ്പിൽ പോയപ്പോൾ മേടിച്ച് വെച്ചതാണ്. കായൊക്കെ ഉണ്ട്. പഴുക്കുവാണെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് വീഡിയോയിൽ കാണാം. ചെടിച്ചട്ടിയിൽ എന്തെങ്കിലും നടണമെന്ന് വിചാരിച്ചൊരു വഴുതനങ്ങ നട്ടതാണ്. അതും നമ്മളെ നിരുത്സാഹപ്പെടുത്താതെ 2 വഴുതനങ്ങ തന്നിട്ടുണ്ട്. ഇതൊരു അഗസ്ത്യ ചെടിയാണ്. വളരെ കുഞ്ഞായപ്പോൾ വാങ്ങിച്ചു വെച്ചതാണ്. പക്ഷേ അതിപ്പോൾ നമ്മളെയും കാട്ടി ഉയരത്തിൽ ഇങ്ങനെ മുകളിൽ നിൽക്കുന്ന കാണുമ്പോൾ സന്തോഷം. അതിലും വലിയ സന്തോഷമാണ് ആ പൂവും ആ കളറിൽ ഒന്നായാലും പിടിച്ച് നിൽക്കുമ്പം അതിലും സന്തോഷം. ഇതൊരു സീതപ്പഴമാണ്. ഇവിടെ നമ്മൾ എലന്തച്ചക്ക എന്നൊക്കെ പറയും. കാലാവസ്ഥ കാരണം ഒത്തിരി പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അവരും 1 2 ഒക്കെ പിടിച്ചിട്ടുണ്ട്. അതിനി പഴുക്കുമ്പം അതും നമുക്ക് ഈ ഓരോ വീഡിയോയിൽ കാണാം. പിന്നെ ചെടിച്ചട്ടിയിലും ബക്കറ്റിലും വേറെയും കുറേ നട്ടിട്ടുണ്ട്. പൊന്നാങ്കണ്ണി ചീരയാണ്. നമ്മളെ കണ്ണിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് മേടിച്ച് വെച്ചതാണ്. അതിൻ്റെ ഇപ്പുറത്ത് സുന്ദരി ചീരയും ഉണ്ട്. മഴ കാരണം പുഴുക്കുത്തൊക്കെ വന്നെങ്കിലും ഇനി വെയിലൊക്കെ വന്നിട്ട് വേണം ഇവരെ ഒന്നും കൂടെ നമുക്ക് റീപ്ലാന്റ് ചെയ്യാൻ. പൊന്നാങ്കണ്ണി ചീര ചെറിയ തൈ നട്ടാലും ഒത്തിരി പിടിക്കും. അതുകൊണ്ട് നമ്മൾ തെർമോക്കോളിൻ്റെ ബോക്സിലൊക്കെ അത് നട്ടിട്ടുണ്ട്. പിന്നെ ഒരു മുളക്, ഇവിടെ ഉണ്ടമുളകെന്നൊക്കെ പറയും. അപ്പം നമ്മൾ അത് നട്ടപ്പോൾ കുറച്ച് കായൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് കാണുമ്പോൾ എന്ത് സന്തോഷമല്ലേ. പിന്നെ ഈ സൈഡിൽ നമ്മൾ കുറച്ച് മുളക് നട്ടിട്ടുണ്ട്. അതിനകത്ത് വെള്ളക്കാന്താരിയും പച്ചക്കാന്താരിയും പച്ചക്കറി മുളകൊക്കെ നട്ടിട്ടുണ്ട്. അതിൽ നിറയെ പൂക്കളും വന്നിട്ടുണ്ട്. അതൊക്കെ കായാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പേരയ്ക്ക തൈ താനേ വളർന്നതാ, അതും അവിടെ വളർന്ന് വരുന്നുണ്ട്. ഇത് പാവയ്ക്കയാണ്. കുറേ പാവയ്ക്കൊക്കെ കിട്ടി. ഇപ്പം പിടിക്കുന്നതിൻ്റെ സൈസൊക്കെ കുറവാണ്. എന്നാലും അതൊക്കെ നമ്മൾ ഏതിലെങ്കിലും തോരനകത്ത് ആഡ് ചെയ്യും. ഇതൊരു കപ്പക്കൊലയാണ്. ഇതിൻ്റെ പുറം ഭാഗം മഞ്ഞയാണ്. പക്ഷേ ഇത് നമ്മളെ സാധാ കപ്പപ്പഴത്തിൻ്റെ ടേസ്റ്റാണ്. അതുപോലെ ഇത് കറിക്കായാണ്. ഇത് നമ്മൾ അവിയലിനകത്തൊക്കെ ഇടുന്ന നമ്മളെ സാധാ കറിക്കായ. ഇത് നമ്മുടെ കോവലാണ്. ഒത്തിരി വർഷമായി ഇത് പിടിച്ചു തുടങ്ങിയിട്ട്. എന്നാലും ഇതിലും വല്ലപ്പോഴേക്ക് നമുക്കിതുപോലെ കോവൽ തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് വെട്ടിക്കളയാനും തോന്നില്ല. എന്നാലും കുറച്ച് നാളും കൂടെ നിർത്തിയിട്ട് ഇതൊന്ന് റീപ്ലാന്റ് ചെയ്യണമെന്നാണ് മനസ്സിൽ. ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു കൃഷിത്തോട്ടം. എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.